കഠിനാധ്വാനം. കാര്യം അവരുടെ ജീവിതം തന്നെ അധ്വാനത്തോടെ പോകുന്നു. അങ്ങനെയുള്ളവരെ ശനി കൂടുതൽ ബാധിക്കാറില്ല. ഉണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടേ പോകും. നമുക്ക് നമ്പാൻ പറ്റുന്ന ഒറ്റ ഗ്രഹം ശനിയാണ്. നവഗ്രഹങ്ങളിൽ ഈശ്വരൻ ശനിയാണ്. വേറെ ഒരു ഗ്രഹത്തിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നില്ല. ശനി എന്ന് പറയുന്നത് സത്യത്തിന്റെ ഒരാളാണ്, സത്യസന്ധയുടെ ആളാണ്. ബാക്കിയല്ല ഈ കുറെ വഴിപാട് ചെയ്തുകൊണ്ട് ശനിയുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റുകയില്ല. നമസ്കാരം. ഭഗവ ഓൺലൈനിലേക്ക് എല്ലാ വിശ്വാസികൾക്കും സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ശ്രീനിവാസ പയ്യാണ്. അദ്ദേഹത്തിനോട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഈ ആദ്യ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് ശനിദോഷത്തെക്കുറിച്ചാണ്. ശനിദോഷത്തെക്കുറിച്ച് ഒട്ടേറെ വിശ്വാസങ്ങളും അവിശ്വാസങ്ങളുമൊക്കെ അന്ധവിശ്വാസങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യത്തിലെല്ലാം നമുക്കൊരു കൃത്യത ഇദ്ദേഹത്തിൽ നിന്ന് നേടാം. നമസ്കാരം. നമസ്കാരം. ഈ ശനിദോഷം പലപ്പോഴും ഒരു വില്ലനാണ് എന്ന രീതിയിലാണ് പല ആളുകളും പറയുന്നത്. ശനിദോഷം വന്നു കഴിഞ്ഞാൽ എല്ലാം തീർന്നു എന്ന് പറയുന്നവരും ശനിദോഷം നല്ലതാണെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. സത്യത്തില് എന്താണ് ഈ ശനിയുടെ അപഹാരം എന്ന് പറയുന്നത്? ശനിയുടെ അപഹാരം അതിലൊന്ന് പറയട്ടെ. ഈ ശനിദോഷം ഒറ്റ വാക്കല്ല, ഒന്ന് ശനിയും പിന്നെ ദോഷവുമാണ്. ദോഷം നമ്മുടെയും ശനി വേറെ സ്ഥലത്ത് നിൽക്കുകയാണ്. ശരിക്ക് ശനിയുടെ സമയത്ത് നമ്മുടെ കാർമിക്കിൻ്റെ ഓൾറെഡി ജഡ്ജ്മെൻ്റ് ആയി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അനന്തര ഫലം എന്താണെന്ന് ജഡ്ജ്മെൻ്റ് ആയി. അതിൻ്റെ എക്സിക്യൂഷനാണ് ശനിയുടെ സമയത്ത് നടക്കുന്നത്. അപ്പോൾ അത് നല്ല രീതിയിൽ ഇപ്പം ഞാൻ ഈ വന്നതിന് ശേഷം കുറേയധികം ആൾക്കാരിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. കാര്യം ശനിനെ കുറ്റം പറഞ്ഞ് ഒന്നും നേടുക, നമ്മളിപ്പോൾ മുഖ്യമന്ത്രിനെ കുറ്റം പറഞ്ഞ, പ്രധാനമന്ത്രിനെ കുറ്റം പറഞ്ഞ ഒന്നും നേടാൻ പറ്റുകയില്ല. അവരെന്ത് നമുക്ക് വേണ്ടി ചെയ്യുന്ന ആ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുക. അതുപോലെ ശനി എന്ത് നമുക്ക് ചെയ്യുന്നു. ശനിയുടെ അപഹാരങ്ങൾ എന്ന് പറയുമ്പോൾ മെയിൻ വരുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നപ്പോൾ അതിപ്രസരമായ കാര്യം എന്ന് വെച്ചാൽ, ശനി ഓരോ രാശിയും മാറുന്ന സമയത്ത് സോഷ്യൽ മീഡിയ എല്ലാത്തിലും വരും. ഇപ്പോൾ മീനൻ രാശിയിലാണ്, ഇനി 2.5 വർഷത്തേക്കാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഇപ്പം മീനൻ രാശിയിലാണ് ശനിയുള്ളത്. അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഇത് കണ്ടക ശനിയാകാം, ചില നക്ഷത്രക്കാർക്ക് 7.5 ശനിയാകാം. 7.5 ശനി എന്ന് പറഞ്ഞാൽ 7 വർഷം കണ്ടിന്യൂസ് ആണ്. മറ്റേ കണ്ടക ശനി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ 4, 7, 10 ഭാവങ്ങളിൽ വരുന്നതാണ് ഇത് വരുന്നത്. പിന്നെ ശനി ദശവരം, അത് 19 വർഷം. ഇതാണ് ശനിയുടെ സാധാരണ പറയുന്നത്. അപ്പൊ എൻ്റെ അനുഭവം, എൻ്റെ ഗുരു ബ്രഹ്മശ്രീ കൃഷ്ണപ്രാന്തിരി തിരുമേനി പറഞ്ഞു തന്നത് എൻ്റെ അനുഭവങ്ങളും വെച്ച് ഈ ശനീനെ നമുക്ക് പൂർണ്ണമായിട്ട് അനുകൂലമാക്കാം. നമുക്ക് നമ്പാൻ പറ്റുന്ന ഒറ്റ ഗ്രഹം ശനിയാണ്. നവഗ്രഹങ്ങളിൽ ഈശ്വരൻ ശനിയാണ്. വേറെ ഒരു ഗ്രഹത്തിനെ ഈശ്വരൻ എന്ന് വിളിക്കുന്നില്ല. നവഗ്രഹങ്ങളിലെ ഈശ്വരൻ ശനിയാണ്. അതുപോലെ തന്നെയാണ് രാഹുകേതുക്കൾ. ഇവയെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ അനുകൂലമാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ ചോദിച്ചു, ഈ ഗുണ്ടേനെ ഫ്രണ്ടാക്കുന്ന പോലെയാണല്ലോ ശനീനെ. ഇത് തീർച്ചയായിട്ടും ആണ്. ഒരു ഗുണ്ട ആ ആൾക്ക് ലോക്കൽ രാഷ്ട്രീയത്തിലും എല്ലാവരെയും സ്വാധീനിക്കാൻ, സമൂഹത്തിനെ സ്വാധീനിക്കാൻ കഴിവുണ്ടെങ്കിൽ ആ ആളോടെടുത്ത് തെറ്റാണ്ടിരിക്കുകയാണ് നമുക്ക് നല്ലത്, ആരോഗ്യത്തെ. അതുപോലെ ശനി ഒരിക്കലും ഗുണ്ടയല്ല, പക്ഷെ ശനിയുടെ അടുത്ത് ഗുണ്ടാപ്പണി നടക്കുകയല്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് ശനി വരുമ്പോഴത്തേക്കും, ഇപ്പോൾ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണെങ്കിൽ എന്നെപ്പോലെ ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു 2000 എന്ന് പറഞ്ഞാൽ 2001, 2005 ആ സമയത്ത് ഞാൻ ലക്ഷദ്വീപാണ്. ഈ ലക്ഷദ്വീപ് എന്തിനു പോയി? എനിക്ക് ശനിയുടെ ഇതായതുകൊണ്ട് എൻ്റെ ഗുരു പറഞ്ഞ് കണ്ണൂരോ ലക്ഷദ്വീപോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്, ഡിപ്ലോയ്മെന്റ് ട്രാൻസ്ഫർ. അദ്ദേഹം പറഞ്ഞു നീ ലക്ഷദ്വീപ് പോകാൻ പറഞ്ഞു. കാര്യം എൻ്റെ 7 ശനി സമയമാണ്. അപ്പോൾ അവിടെ പോകാൻ പറഞ്ഞു. കാര്യം കടൽ കടന്നു കഴിഞ്ഞാൽ ശനിയുടെ ഇത് കുറച്ച് കുറയും. ഈ 7 ഇപ്പം നമ്മൾ ഇത്രയൊക്കെ പറയുന്നില്ലേ, വിവാഹം നടക്കുന്നത്, വാഹനങ്ങൾ വാങ്ങിക്കുന്നത്, വീട് വെക്കുന്നത് എല്ലാം ശനിയുടെ സമയത്തായിരിക്കും. പക്ഷേ ഇത് വെക്കുന്ന ബാക്കിയുള്ളവരുടെ അടുത്ത് നിന്ന് സഹായം വാങ്ങിച്ചിട്ടാണ്. എന്ന് പറഞ്ഞാൽ ബാങ്കുകളിൽ നിന്ന് സഹായം. അത് വായ്പയെന്ന് ബാങ്ക് പറയും, നമ്മൾ പറയും അത് സഹായം എന്ന് പറയും. ആ രീതി വേണം കാണാൻ. ഇതൊക്കെ നടക്കണം ഈ ശനിയുടെ സമയത്ത്. ഇത് ആരും പറയുന്നില്ല. കല്യാണം നടക്കാത്തവരുടെ 7 ശനിയുടെ സമയത്ത് കല്യാണം നടക്കാം. കാര്യം ഒരു ഉത്തരവാദിത്തം, അഡീഷണൽ ഉത്തരവാദിത്തം വന്നു ചേരുകയാണ്. കല്യാണം എന്ന് പറഞ്ഞാൽ നോക്കുമ്പോഴത്തേക്ക് ഹണിമൂൺ ട്രിപ്പ് അടിക്കാം, ആണും പെണ്ണും ഇതായി എൻജോയ് ചെയ്യാന്നൊക്കെ പറയുകയാണെങ്കിലും പണ്ടത്തെ ആൾക്കാർ പറയണ ഈ അണ്ടിയോടെ എടുക്കുമ്പോൾ പറയാം മാങ്ങയുടെ പുളി എന്ന് പറയുന്ന പോലെ ഈ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിയുമ്പോഴേ ഇതിന്റെ യാഥാർത്ഥ്യം അറിയുന്നത്. അത് ചിലപ്പോൾ വർഷങ്ങളോളം പ്രേമിച്ച ആൾക്കാരായിരിക്കും. ഈ സമയത്തപ്പോ ശനിയാണ്. അപ്പൊ ചെന്ന് ജ്യോത്സ്യന്മാരെ കാണുമ്പോൾ ശനിയാണ്, നിങ്ങൾക്ക് 7 ശനിയാണ്, കണ്ടകനാണ്, ഇതാണെന്ന് പറയും. ഓക്കെ, കല്യാണം നടത്തണമെന്ന് തീരുമാനിച്ചു. അപ്പൊ ശനിയുടെ സമയത്ത് ഈ അനുഭവങ്ങളിലൂടെ നമ്മൾ പോകണം. ഇപ്പൊ ശബരിമല പോകണമെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടൊന്നും പോകാൻ പറ്റില്ല. മൊസൈക്കിൽ ചവിട്ടി ശബരിമല പോകാൻ പറ്റില്ല. കല്ലും മുള്ളും ആവശ്യമെങ്കിൽ ചെരുപ്പിട്ട്
അല്പം ഉരുണ്ടും ഒക്കെ ശബരിമലയിൽ പോകാൻ പറ്റുള്ളൂ. പല കാര്യത്തിൽ ഇപ്പോ നിള നദിയിൽ നമ്മുടെ മഹാമഹം നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പോകുന്ന ഈസി ഗോയിങ് അല്ല. അവിടെയൊക്കെ പോകുമ്പോഴെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് അറിഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുന്നുണ്ട്. ഇത് തന്നെയാണ് ശനിയുടെ കാര്യത്തിൽ. ഈ 2001, 2005 കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ, എന്നെപ്പോലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ ജാതകം കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് ശനിയുടെ സമയം. അപ്പൊ ഞാൻ പറഞ്ഞു വളരെ സൂക്ഷിക്കണം, നമ്മൾ ചെക്ക് കൊടുക്കുമ്പോൾ ഇത് ചെയ്യുമ്പോഴൊക്കെ വളരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ തന്നെ പുള്ളിക്ക് പ്രോബ്ലം വന്നു. അദ്ദേഹത്തിന്റെ പത്നിയാണ് എൻ്റെ അടുത്ത് കാണിച്ചത്. ഞാൻ പറഞ്ഞു, പക്ഷെ പുള്ളി പറഞ്ഞു എന്തിനാ ഇത് ചെയ്യുന്നത്, ഞാൻ സത്യമായിട്ടാണ് പോകുന്നതെങ്കിൽ ഞാൻ എന്തിനാ പേടിക്കണമെന്ന് ചോദിച്ചു. പക്ഷെ നമ്മൾ സത്യമായിട്ടാണ് പോകണം, അല്ലെങ്കിൽ നമ്മൾ ശരിയാണെന്ന് നമ്മുടെ മാത്രം ധാരണ, സമൂഹത്തിൽ നമ്മൾ ശരിയാകണമെന്നില്ല. ഒരു ട്രാഫിക് ഇതിൽ മഞ്ഞ കത്തുമ്പോഴത്തേക്കും നമ്മൾ കാർ എടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ശരിയാണ്, മഞ്ഞ കത്തുകയാണ്. പക്ഷേ മഞ്ഞ കത്തിക്കഴിഞ്ഞാൽ ട്രാഫിക് റൂൾ അനുസരിച്ച് നമ്മൾ വണ്ടി സ്ലോ ചെയ്ത് പറ്റുമെങ്കിൽ നിർത്തുക. അവിടെ ഇത് മഞ്ഞ കണ്ടിട്ട് ഞാൻ ഓടിച്ചുകൊണ്ട് പോയി എൻ്റെ ശരിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഓടിച്ചുകൊണ്ട് ആക്സിഡന്റ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഇത്. ഈ ശനിയുടെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ശനിയുടെ സമയത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബുദ്ധിമുട്ടിക്കും. ആദ്യം പ്രശ്നം ഉണ്ടാകുന്ന മനസ്സിനാണ്, മാനസിക ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ശാരീരിക ബുദ്ധിമുട്ട് വന്നാല്, സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാലും നമുക്ക് കുറേയൊക്കെ തരണം ചെയ്യാം. പക്ഷെ മാനസിക ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് വേറെ ആളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക. ഈ മാനസിക ബുദ്ധിമുട്ട് വരുമ്പോൾ ആദ്യം നമുക്ക് വരുന്നത് ഭക്ഷണം കഴിക്കാൻ സ്വാദുണ്ടാകുക എന്നുള്ളത്. മനസ്സ് ശാന്തമാണെങ്കിൽ മാത്രമേ നമുക്ക് ആസ്വാദ്യകരമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റൂ. ഭക്ഷണത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക, പ്രത്യേകിച്ച് ശനിയാഴ്ചകളിൽ എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ്സ്, അങ്ങനെ ആഡംബരമായിട്ടൊന്നും കഴിക്കരുത്. പിന്നെ ഈ ശനിയുടെ സമയത്ത് പറയുന്ന ശനി നമ്മളെ അലട്ടും. നമ്മൾ കേട്ടിട്ടുണ്ട് മഹാദേവന് പോലും, അത് പക്ഷേ വെറും സാങ്കല്പിക കഥയായിരിക്കും. മഹാദേവന് പോലും ശനിയെ പിടിച്ച് 7.5 വിനാഴിക ഓവിനകത്ത് കയറിയിരിക്കേണ്ടി വന്നു എന്നൊക്കെ ഒരു സാങ്കല്പിക കഥയുണ്ട്, സത്യമല്ല എന്ന് പറയുന്നു. പക്ഷെ എന്തുകൊണ്ടാ കഥ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ശരിക്ക് അത്രയും പവർ എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഓടി ഒളിക്കാൻ പറ്റുക. ശനിയുടെ സമയത്ത് നമ്മൾ ഓടി ഒളിച്ചിട്ട് ഇതിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത്. നമ്മൾ അതിനെ തരണം ചെയ്യുക. തരണം ചെയ്യുന്നത് സന്തോഷത്തോടെ. ആ ശനിയാഴ്ച ദിവസം കഴിയുമെങ്കിൽ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ കുറെ അധികം ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. 7 ഭൂഖണ്ഡം ഇപ്പൊ ചെയ്യാണ്ടുള്ളത് ഇനി അന്റാർട്ടിക്കയിലുള്ളവർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും ഓസ്ട്രേലിയ പല ആൾക്കാരും ഇത് വന്നതിന് ശേഷം ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ടത് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. ശനിയാഴ്ചകൾ രാവിലെ ബെഡ് ടീ പോലും കുടിക്കരുത്. അതിനു മുമ്പ് ഇത് പച്ചരി ഉണ്ടല്ലോ, പച്ചരി, ഉണക്കലരി അങ്ങനത്തെ ഇത് വെച്ചിട്ട് കൂട്ടുപായസം ഉണ്ടാക്കാം, ശർക്കര ഇട്ടിട്ട്. വേണമെങ്കിൽ തേങ്ങാപ്പീര ചേർക്കാം, അതൊന്നും നിർബന്ധമില്ല. എന്നിട്ട് അതിനകത്ത് കറുത്ത എള്ള് എന്ന് പറഞ്ഞാൽ ഈ ശനിയുടെ ധാന്യമാണ്. നമ്മൾ എള്ള്, തിരി, നീരാഞ്ജനൊക്കെ കത്തിക്കേണ്ടത്. പക്ഷെ ഈ കറുത്ത എള്ള് കൂടി ഈ കൂട്ടുപായസത്തിൽ ഇട്ടിട്ട് അത് നമ്മൾ വിളക്ക് വെക്കുന്നിടത്ത് കൊണ്ടുവന്ന് വെച്ചാൽ അതിലെ 1-2 കരണ്ടി കാക്കയ്ക്ക് വെക്കുക. എന്താണെന്ന് വെച്ചാൽ കാക്ക ശനിയുടെ വാഹനമാണ്. കാക്കയെ നമ്മൾ വളരെയധികം ബഹുമാനപൂർവ്വം കാണേണ്ട ഒരു ജീവിയാണ് കാക്ക. കാര്യം നമുക്ക് കുറേയധികം ആത്മീയമായിട്ടുള്ള കഴിവുകളുള്ള ജീവിയാണ് കാക്ക. ഈ കാക്കയ്ക്ക് വയ്ക്കുക. പിന്നെ അത് വെച്ചതിന് ശേഷം മാത്രം നമ്മൾ ആദ്യം 1 സ്പൂണെങ്കിലും ഇത് കഴിച്ചതിന് ശേഷം മാത്രം ഭക്ഷണം കഴിക്കുക. അതും കഴിയാവുന്ന സാധിക്കുമെങ്കിൽ കുറേയധികം സന്യാസി വര്യന്മാർ ഇത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഉപ്പില്ലാത്ത ഭക്ഷണം കഴിക്കുക. പക്ഷെ ആരോഗ്യമുള്ളവർ ഉപ്പെടുക്കുക. പക്ഷേ ബ്രെഡ്, ബിസ്ക്കറ്റ്, ജങ്ക് ഫുഡ്സ് ഇതൊരു കാരണവശാലും കഴിക്കും ശനിയാഴ്ച ദിവസം. കാര്യം പറയും. ഈ ശനിയാഴ്ച വ്രതം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഈ ശനിയാഴ്ച കറുപ്പ് വസ്ത്രങ്ങൾ ഇടുന്നത് നല്ലതാണ്, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. ശനിയാഴ്ച പറയുന്നതെന്ന് വെച്ചാൽ കറുപ്പ് ഒന്നുമില്ല, ഇന്നർ ഗാർമെന്റ്സ് എങ്കിലും കറുപ്പിടാനാണ് പറയുന്നത്. കാര്യം ഓരോ കളറിനും ഓരോ ഓരോ ഫ്രീക്വൻസി ഉണ്ട്, എനർജി ഉണ്ട്. നമ്മുടെ ഇപ്പോ കിർലിയൻ ക്യാമറ വെച്ച് നമ്മുടെ ഓറ നോക്കിക്കഴിഞ്ഞാൽ ഓറയിൽ 6-7 വർണ്ണങ്ങൾ കാണും. അപ്പൊ ഈ കറുത്തത് എടുക്കുക എന്ന് പറയുന്നത് അതിന്റെ ശാസ്ത്രീയമായിട്ട് എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ കറുത്തത് എടുത്തു കഴിഞ്ഞാൽ അല്പം ഈ ശനിയുടെ ഇതിന് അല്പം ഗുണം ചെയ്യുന്നതാണ്. അതിൽ വേറൊരു കാര്യമുണ്ട്. ഈ ശനിയുടെ സമയത്ത് നമ്മൾ അലഞ്ഞ് പൂഴിയും മണ്ണും ഒക്കെ പറ്റി നമ്മുടെ ഡ്രസ്സും എല്ലാം ഇതാകും. കാര്യം അത്രയ്ക്ക് അലച്ചിലാകും. നമുക്ക് തന്നെ അറിയില്ല. ചിലപ്പോൾ നമ്മളെല്ലാമായിട്ട് AC സൗകര്യമുള്ള വണ്ടിയെ പോകുമ്പോഴായിരിക്കും ബ്രേക്ക് ഡൗൺ ആകുന്നത്. എല്ലാ സൗകര്യം അവിടെ ഒന്നുമില്ല, വേറെ വണ്ടിയൊന്നും കിട്ടാനില്ല. ചിലപ്പോൾ ഇറങ്ങി നടക്കേണ്ടി വരും. നല്ല കാറ്റുണ്ട്, പൊടിപടലങ്ങളുണ്ടെങ്കിൽ അനുഭവിച്ചു. ഇത് പലരും അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറേയധികം മാറ്റങ്ങൾ വരും. എന്താ ചോദിക്കാൻ? നമുക്കിപ്പം ഒരു 7.5 ശനി അല്ലെ കണ്ടക ശനി എന്ന അവസ്ഥയിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ക്ഷേത്ര ദർശനങ്ങൾ അല്ലെങ്കിൽ ഒരു സ്വയം ചെയ്യാൻ പറ്റുന്നത് എന്തൊക്കെയാണ് അത് പറയാം. ഇപ്പോൾ ദുബായിലുള്ളൊരു വ്യക്തി, അദ്ദേഹം നമ്മൾ ബാക്കി വന്നതിന് ശേഷം വിളിച്ച ആളാണ്. ഇദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുകയാണ്.
ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടേ നാട്ടിൽ വരുള്ളൂ എന്നാണ് പറയുന്നത്. എന്നെ വിളിക്കുന്നത് ശനിയുടെ സമയമാണ്, ഇപ്പോഴും അദ്ദേഹത്തിന്റെ തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, ഇന്ന കാര്യങ്ങൾ ചെയ്യും, അതേ രക്ഷയുള്ളൂ, അല്ലാണ്ട് നിങ്ങൾ വേറെ ശനിയെ കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഈ ശനി ഇത്രയും ദോഷം ചെയ്തു എന്ന് പറയുന്ന ശനിയുടെ സമയത്ത് തന്നെ താങ്കൾ ലൈസൻസ് എടുക്കും. 50 വയസ്സോളം പ്രായമുണ്ട്, താങ്കൾ ലൈസൻസ് എടുക്കും, ഒരു പ്രശ്നമില്ല, ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ അവിടെ ഈ ചോറ് വെക്കലൊന്നും നടക്കില്ല, അവിടെ കുബൂസ് ഇതൊക്കെ അല്ലേ. അപ്പൊ അദ്ദേഹം തന്നെ കണ്ട പോകുമ്പോഴേ എന്ന് വെച്ചാൽ അവില്, കറുത്ത മുന്തിരി, എള്ള്, ഈന്തപ്പഴം ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് എന്ന് പറഞ്ഞാൽ കാക്ക തന്നെ എടുക്കണമെന്നില്ല, കിളികൾക്ക് വെച്ചാലും മതി. അത് ഈ ഭൂതയജ്ഞത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ വെക്കുന്നത്. നമ്മൾ കാക്കയ്ക്ക് വെക്കുന്നതൊക്കെ അല്ലെ പശുവിന് കൊടുക്കുന്നതൊക്കെ പഞ്ചമഹായജ്ഞങ്ങളിലെ ഭൂതയജ്ഞത്തിന്റെ ഭാഗമാണത്. അത് കൊടുക്കാൻ പറഞ്ഞു. കൊടുത്തിട്ട് പിന്നെ അദ്ദേഹത്തിന്റെ ഒരു ദശ നടക്കുന്ന ഒരു വ്യാഴദശയായിരുന്നു. ഈ വ്യാഴദശ നടക്കുന്നതുകൊണ്ട് ഈ ദശ ഓരോ ഗ്രഹത്തിനും ഒരു ധാന്യമുണ്ട്. ആ ധാന്യം വെച്ച് നമ്മൾ സങ്കല്പം ചെയ്ത് ക്ഷേത്രങ്ങളിൽ കൊടുക്കാം, സ്വീകരിക്കുന്ന ക്ഷേത്രങ്ങൾ. അപ്പൊ അവിടെ ഇസ്കോന്റെ മറ്റൊരു ക്ഷേത്രമുണ്ട്. അപ്പൊ അദ്ദേഹത്തിനോട് അത് പറഞ്ഞ് ഇത് ചെയ്ത് 6 മാസത്തിനുള്ളിൽ അദ്ദേഹം 3 പ്രാവശ്യം ടെസ്റ്റ് എഴുതേണ്ടി വന്നു. 6 മാസത്തിനുള്ളിൽ അദ്ദേഹം ലൈസൻസ് എടുത്തതിന് ശേഷം അദ്ദേഹം കേരളത്തിൽ വന്നു. അപ്പൊ ഇതിന് പോംവഴിയുണ്ട്. ഒരു കാരണവശാലും ശനിയെ കുറ്റം പറയാണ്ടിരിക്കും. ഈ പോംവഴികൾ ചെയ്താൽ ഈ ശനിയാഴ്ചകൾ നമ്മളൊന്ന് അച്ചടക്കം പാലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം മാറും. കാര്യം ശനിയുടെ സമയത്ത് നമ്മളെ അച്ചടക്കത്തിലൂടെ ഇത് നടത്തിക്കും. കാര്യം അത്രയ്ക്ക് നമ്മൾ ഈ നാറാണക്കല്ലെന്നൊക്കെ പറയില്ലേ, ആ ഒരു അവസ്ഥയിലൂടെ ശനിയുടെ സമയത്ത് പോകും. പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന മനഃപൂർവ്വം സന്തോഷത്തോടെ, ഓ ശനിദശയാണ്, ഞാൻ ഇന്ന കാര്യത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞ് പോകുന്നവരുടെ ജീവിതം മാറി മറിയും. കാര്യം നമ്മുടെ മനസ്സ് തന്നെ മനസ്സിന്റെ ചിന്തകൾ വെച്ചാണ് ഓരോ കാര്യങ്ങളും നമ്മൾ. അപ്പൊ മനസ്സിന്റെ ചിന്താ രീതി നമ്മൾ മാറ്റാൻ തയ്യാറായി കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാകും. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഒരാൾക്കും വായ്പയ്ക്ക് ജാമ്യം നിൽക്കുക, അതൊന്നും ചെയ്യാണ്ടിരിക്കുക. അതുപോലെ എവിടെയെങ്കിലും ഒരു അടിയുടെ ചാൻസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെടുക. ഇതൊക്കെ അറിയാനുള്ള കാര്യങ്ങളും ഒരു 2-3 തവണ ആലോചിച്ചിട്ട് ചെയ്യുക. അതേസമയം ഒരാൾ ചോദിച്ചാൽ ഒരിക്കലും തിരിച്ചു കിട്ടും എന്ന് പറഞ്ഞ് ഒന്നും സഹായിക്കരുത്. ഒരാൾ 1000 രൂപ ചോദിച്ചാൽ 100 രൂപ കൊടുക്കുക. ഉണ്ടെങ്കിൽ തിരിച്ചു കിട്ടിയാൽ കിട്ടിയില്ലെങ്കിൽ അത് ഇപ്പൊ എന്റെ ശനിയുടെ ഇഷ്യൂ വന്ന സമയത്ത് എന്നോടൊരു സുഹൃത്ത് പറഞ്ഞാണ്, എന്ത് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും സഡനായി എടുക്കേണ്ട തീരുമാനങ്ങൾ ഒഴിച്ച് മറ്റെല്ലാ തീരുമാനം എടുക്കുന്ന സമയത്ത് ഒരു 2 ദിവസം ടൈം ഇട്ടിട്ട് അതിന്റെ ഉത്തരം പറയണം. അതായിരിക്കും അർജുന് നല്ലതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്താന്ന് വെച്ചാൽ ശനിയുടെ സമയത്ത് നമ്മളത് പെട്ടെന്ന് എടുത്തുള്ള തീരുമാനങ്ങൾ പലപ്പോഴും പിന്നീട് തെറ്റായി മാറാം. അപ്പൊ സഡനായിട്ട് ഒരു നമുക്ക് നേരെ എന്തെങ്കിലും വരുവാണെങ്കിൽ അന്നേരം മാറിക്കൊടുക്കണം എന്നുള്ളത് ആലോചിച്ച് തീരുമാനം എടുക്കാൻ പറ്റില്ല. മറ്റെല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനം എടുക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും എഗ്രിമെന്റുകൾ ഒപ്പിടുകയോ മറ്റേതെങ്കിലും ആളുകൾക്ക് വാക്ക് കൊടുക്കുകയോ പുതിയൊരു പ്രൊജക്ട് ഏറ്റെടുത്ത് ചെയ്യുകയോ ഈ സമയത്തൊക്കെ 2 ദിവസം അതിനെക്കുറിച്ച് നെഗറ്റീവ് എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആദ്യം ഒന്ന് ആലോചിക്കുക. അതിനുശേഷം പോസിറ്റീവ് എന്തൊക്കെ ഉണ്ടോ എന്ന് ആലോചിക്കുക. നെഗറ്റീവ് നമ്മൾ എക്സ്ട്രീം സൈഡിൽ ആലോചിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്നെനിക്ക് ഉപദേശിച്ചു തന്നു. അത് ശരിയായിരുന്നു. അല്ല, ഈ ശനിയുടെ സമയത്ത് നമ്മൾ എഗ്രിമെന്റുകൾ ഒപ്പിടുന്നുണ്ട്, ബാങ്കുമായിട്ടുള്ള എഗ്രിമെന്റ് ഒപ്പിടുന്നുണ്ട്. പക്ഷെ ഇതിലെല്ലാം സത്യസന്ധത പാലിക്കുക. ഈ ശനി എന്ന് പറയുന്നത് സത്യത്തിന്റെ ഒരാളാണ്, സത്യസന്ധതയുടെ ആളാണ്. ബാക്കിയെല്ലാം ഈ കുറെ വഴിപാട് ചെയ്തുകൊണ്ട് ശനിയുടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാനൊന്നും പറ്റുകയില്ല. നമ്മൾ ഏതൊക്കെ തരത്തിലുള്ള ക്ഷേത്ര ദർശനങ്ങളാണ് നടത്തുന്നത്? ക്ഷേത്ര ദർശനങ്ങള് അയ്യപ്പൻ തന്നെയാണ്. ഏതൊക്കെ ദിവസങ്ങൾ നടത്തുന്നതാണ്? കഴിയാവുന്നതും ശനിയാഴ്ച. ഏത് പൂജയാണ് അവിടെ നടത്തേണ്ടത്? അവിടെ പൂജ എന്ന് പറഞ്ഞാല് പൂജ നടത്താനായിട്ട് ഓരോരുത്തർക്കും സാമ്പത്തിക ഇത് പൂജ നടത്തണമെന്ന് പറയാം. ഒന്ന് ശനിയുടെ ഇതാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ ഏതൊരു രീതിയിൽ കാശ് വാങ്ങിക്കുന്നു അത് വെച്ച് പൂജ ചെയ്യും. ഞാൻ ഒരാളുടെ അടുത്ത് നിന്ന് കൈവായ്പ വാങ്ങിച്ചിട്ട് പൂജ ചെയ്താൽ ഞാൻ ഏത് ഇതാണ് ചെയ്തത് അതിലേക്കാണ് എനർജി പോണത്. പിന്നെയും കൈവായ്പ വാങ്ങിക്കാനുള്ള ചാൻസസ് കൂടും. അതുകൊണ്ട് നമ്മളാൽ എന്താണ് ആകുന്നത് ആ ദിവസം, ഇപ്പോൾ എല്ലാവരും ചോറ് കഴിക്കുന്നുണ്ട്, ശർക്കര കാണും, പഞ്ചസാര ഇടണ്ട ശർക്കര, എന്നിട്ട് എള്ളും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ കുറെ അധികം മാറ്റം. പിന്നെ നീരാഞ്ജനം കത്തിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എള്ള് കഴിയും. അത് കഴിയുന്നത് എങ്ങനെയാണ്? അത് യഥാർത്ഥത്തിൽ കത്തിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു രീതി എങ്ങനെയാണ്? അത് രീതി എള്ളെണ്ണയിലാണ് കത്തിക്കേണ്ടത്. ഇത് കഴിയുന്നത് ഇത് ശനി വന്ന ആദ്യ എഫക്റ്റ് ആണോ നമ്മുടെ മുഖത്താണ്. പണ്ടൊക്കെ ഈ ഭാഗത്തൊരു പാട് കാണുമായിരുന്നു. ഇപ്പൊ പിന്നെ നമ്മൾ ക്രീമൊക്കെ പുരട്ടുന്നതുകൊണ്ട് അത് കാണുന്നില്ല. പണ്ട് ഒരാൾക്ക് 7 ശനിയാണെങ്കിൽ കണ്ടറിയാം. ആദ്യത്തെ ശനി തുടങ്ങി ഒരു 6 മാസം കഴിയുമ്പോൾ മുഖത്തിങ്ങനെ പാട് തുടങ്ങും. പ്രത്യേകിച്ചൊരു കളറുള്ള ആളാണ്. ഇപ്പം ഇരുണ്ട നിറമൊക്കെ ആണെങ്കിൽ മനസ്സിലാകില്ല, അല്ലാത്തവർക്ക് കറക്റ്റ് ഇവിടെ അറിയാൻ പറ്റും. അത് കുറെ നാൾ കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. അപ്പോൾ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ പലരോടും പറയുന്ന ഒരു പിടി എള്ള് കയ്യിലെടുക്കുക, കറുത്തെള്ള് നമ്മുടെ മുഖത്ത് തന്നെ. നമ്മൾ ശനിയാഴ്ച രാവിലെയോ വൈകിട്ടോ? അത് വൈകിട്ട് ചെയ്യാണ് നല്ലത്. രാവിലെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബിസി ആയിരിക്കും. വൈകിട്ട് 6, 5, 7, 8 ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ മുഖത്തിങ്ങനെ ഒന്ന്
ഒഴിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ടോക്സിക്കുകൾ ഇതെന്തൊക്കെയാണോ അത് ഈ എള്ളിലേക്ക് വരുന്നു നമ്മൾ മനസ്സിൽ ചിന്തിക്കുക. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ജപിക്കണോ? ഒന്നും ജപിക്കണ്ട. ഇത് ചെയ്തിട്ട് ഇത് 2 കിഴിയായിട്ട്, കഴിയുമെങ്കിൽ കറുത്ത തുണിയിൽ, അതും പുതിയ തുണിയൊന്നും വേണ്ട, പഴയതുണ്ടെങ്കിൽ അലിക്കി എടുത്തത് മതി. ഞാൻ പറഞ്ഞോട്ടെ, ഒരു കറുത്ത തുണി എടുക്കുക, ഒരു സ്ക്വയർ ആയിട്ട് എടുത്ത് അതിനകത്ത് ഒരു പിടി എള്ളല്ലേ, ഒരു പിടി, നമ്മള് ഒരു കൈ കൊണ്ട് ഒരു പിടി എടുക്കാവുന്ന എള്ളെടുത്ത് നമ്മുടെ മുഖത്ത് ഇങ്ങനെയൊന്ന് നമ്മള് ഒന്ന് കറക്കുക, നമ്മൾ ഒഴിയുന്ന പോലെ. ഒഴിയേണ്ടത് അതൊന്നുമില്ല, അവരുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നത് അപ്പൊ എന്താണെന്ന് പറയും, എണ്ണം പറയാത്ത എണ്ണത്തിൽ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് ഈ എണ്ണം പറയാത്തതിന്റെ കാര്യം. ഇത് അവരുടെ ഒരു തൃപ്തി വരുന്നവരെ ഒഴിഞ്ഞിട്ട് ഇത് 2 കിഴിയിലായിട്ട് ഇടുക, എന്നിട്ട് ഈ കിഴി കെട്ടുക, എന്നിട്ട് ഇത് പറ്റുമെങ്കിൽ ക്ഷേത്രത്തിൽ, ഇല്ലെങ്കിൽ വീടിന് പുറത്ത്, വീടിനകത്ത് കത്തിക്കരുത്. കാര്യം എന്താ വെച്ചാൽ, ഒന്നാമത് ഈ നല്ലെണ്ണയിൽ ഈ എള്ളിട്ട് കത്തിക്കുമ്പോൾ പുക കൂടുതലാണ്. അപ്പൊ ഇതെപ്പോഴും വീടിന് പുറത്ത് കത്തിക്കാൻ, തുളസി അങ്ങനെയൊക്കെ ഇതുണ്ടെങ്കിൽ അവിടെ കത്തിക്കാൻ ശ്രമിക്കുക. സാധിക്കുമെങ്കിൽ ക്ഷേത്രത്തിൽ കത്തിക്കുക. ഏത് ക്ഷേത്രത്തിലാണ്? അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ പ്രിഫറൻസ്, ഇല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ, ഇല്ലെങ്കിൽ ഉള്ള ക്ഷേത്രം, ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ കത്തിക്കുക. അപ്പൊ ആ കത്തിക്കുമ്പോൾ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ വരും. ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാരുടെ അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ വീടിന്റെ, പലരോടും പറയുന്ന വീടിന്റെ പുറത്ത്, ഇപ്പൊ ഫ്ലാറ്റിൽ താമസിക്കുന്ന കുറെ പേര് കത്തിക്കുന്നത് നിങ്ങളുടെ ബാൽക്കണി കത്തിക്കാനാണ് പറയുന്നത്. കാര്യം ഇതിന് പുക കൂടുതലുള്ളത് കൊണ്ടാണ് അകത്ത് കത്തിക്കേണ്ടത്. പുക കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല, പുക കൊള്ളേണ്ട ആവശ്യമൊന്നുമില്ല, കത്തിച്ചാൽ മതി. ഇത് കത്തിക്കുമ്പോഴത്തേക്ക് അതിന്റെ എഫക്ട് പതുക്കെ മാറി വരും. നമ്മൾ നോർമലായിട്ട് എത്ര ആഴ്ച ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും? അതാ ശനിയുടെ സമയത്താണ് പൂർണ്ണമായിട്ട് അത് ചെയ്ത് നമുക്ക് പോസിറ്റീവ് എഫക്ട് വരുമ്പോൾ പിന്നെ നമ്മൾ ചെയ്യുമല്ലോ. ഇപ്പൊ ഒരു ദിവസം ചെയ്തു എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ മാറൂല. ഇത് കുറച്ച് ദിവസം, മിനിമം ഒരു 21 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ മാറ്റങ്ങൾ വരുള്ളൂ. തീർച്ചയായിട്ടും ഇത് വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ, ഇതിൽ വേണമെങ്കിൽ പറയാൻ നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നു എന്ന് പറയാം. നമ്മൾ വിശ്വാസത്തോടെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ട് ഈ നമ്മുടെ സമയം മാറും, അനുകൂലമായിട്ട് മാറും. പക്ഷെ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ശനിയെ കുറ്റം പറയും, ഈ ശനിയാണ് എന്നെ ഇത്രയും കേട്ട് വട്ടം ചുറ്റിക്കണെന്ന് പറയും. സത്യം അതല്ല. ശനിയുടെ അപഹാരം ഓരോരുത്തരിലും വ്യത്യസ്ത രീതിയിലാണല്ലോ വരിക. എന്തായിരിക്കും അതിന്റെ കാരണം? ചിലപ്പോൾ ചില സമയത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട്, പൂർവ്വജന്മങ്ങളിലെ എന്തെങ്കിലും ഇതാണെന്നൊക്കെ. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അത് പൂർവ്വജന്മത്തിന്റെ കാർമ്മികമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പക്ഷേ ഒന്ന് പറയാം, ചുമട്ടുതൊഴിലാളികൾ, ഈ മത്സ്യത്തൊഴിലാളികൾ, ഇങ്ങനെ ഈ ജീവിതം കഷ്ടപ്പെട്ടായിട്ട് പോകുന്നവരുണ്ട്, അവരെ ശനി കൂടുതൽ ബാധിക്കാറില്ല. പ്രത്യേകിച്ച് വൈറ്റ് കോളർ ആയിട്ട് ആഡംബരത്തോടെ കഴിയുന്നവരാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുണ്ട്, ഇതുണ്ട്, പേപ്പർ ഇടുന്നവരുണ്ട്. പേപ്പർ ഏജന്റ് അല്ലേ ഞാൻ പറയുന്നത്, പേപ്പർ ഇടുന്നവർ. ജീവിതം തന്നെ ഇവരുടെ ഒരു പോരാട്ടമാണ്. അങ്ങനെയുള്ളവരെ ശനി കൂടുതൽ ബാധിക്കാറില്ല. ഉണ്ടെങ്കിലും വളരെ അപൂർവമായിട്ടേ പോകും. എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണാടിയുടെ അറ്റത്ത് ഒരു പൊടി ഇട്ടാൽ ആ ഭാഗത്തൊരു അതൊന്നും തുടച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികൾ, ഈ കഠിനാധ്വാനം ചെയ്യുന്നവരെ, കാര്യം അവരുടെ ജീവിതം തന്നെ അധ്വാനത്തോടെ പോകുന്നതുകൊണ്ട് അവരെ ശനി കൂടുതൽ അലട്ടുകയില്ല. പക്ഷെ ബിസിനസ് മാഗ്നറ്റ് ഇവര് ഇതിന് ജാതിയും മതവും ഒന്നും ബാധകമല്ല. നമ്മൾ പറയും ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഇത് വിശ്വസിക്കുന്നവർ മാത്രമാണ്. വിശ്വസിക്കാത്തവരെന്താണെന്ന് വെച്ചാൽ ഇപ്പൊ യുക്തിവാദികളുണ്ട്, അവർ ശനി ഇതൊന്നും നോക്കുന്നില്ല. അവർ മനസ്സിലാക്കുന്നത് ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിൽ. ഇപ്പൊ എൻ്റെ ഒരു കസിൻ ബ്രദർ ഉണ്ട്, അവൻ ബാങ്ക് സ്റ്റാഫാണ്. അവൻ ഇതിലൊന്നും വിശ്വസിക്കുന്നില്ല. അവൻ ഈ വരുന്ന എൻ്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയാൽ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് എന്തെങ്കിലും നമ്മുടെ സഞ്ചാരത്തിൽ എന്തെങ്കിലും ഒരു ക്ലേശം വരുമ്പോൾ നമ്മൾ പറയും അതിന് കാരണം അന്വേഷിക്കാം. അപ്പൊ കാരണം അന്വേഷിക്കുമ്പോൾ നമ്മുടെ സമയമാണ് കാരണം എന്ന് പറയും. ഇന്ന ഗ്രഹമാണ്, അല്ലെങ്കിൽ ശനി ദശയാണ്, രാഹുവാണ്, കേതുവാണ്, മറ്റതാണ് മറിച്ചാണെന്ന് പറയും. അവിടെയാണ് ഈ പ്രശ്നം. അതല്ല ഇതെന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് അനുഭവിച്ച് മുന്നോട്ട് പോകാൻ തയ്യാറുള്ള പ്രശ്നമില്ല. ഒരു ഒറ്റ കാര്യം കൂടെ, ഒരു അന്ധവിശ്വാസം കുറെ ഉണ്ടല്ലോ ഇതിനകത്ത്. ഈ ശനിയുടെ അപഹാരം അല്ലെങ്കിൽ ശനി ദോഷം എന്നൊക്കെ തീർക്കാൻ ഒട്ടേറെ ഓൺലൈനുകളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒട്ടേറെ കാര്യങ്ങൾ അന്ധവിശ്വാസപരമായിട്ട്, ചില ഏലസുകൾ, തകിടുകൾ, നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് ശനിയുടെ അപഹാരം മാറ്റിത്തരാന്നുള്ള ഒരു റീൽ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു. ഒരു മന്ത്രം ചോദിച്ചാൽ അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന അപഹാരമാണോ ഈ ശനിയുടെ? അങ്ങനെ മാറ്റി കൊടുക്കുന്നവരുണ്ടെങ്കിൽ അവര് അതിശക്തന്മാരാണെന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് അനുഭവമില്ല. അത് നമ്മൾ അനുഭവിക്കണം. അത് അനുഭവിച്ച് സന്തോഷത്തോടെ ഈ രീതിയിൽ പോയാലും മാറും. അല്ലാണ്ട് ഒരു തകിട് കൊണ്ടോ ഒരു മന്ത്രം കൊണ്ടോ മാറുകയില്ല. ഒന്നിനും അടിമപ്പെടുന്ന ഒരു ഗ്രഹമല്ല ശനി. നമുക്ക് അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ പറ്റും. കാഠിന്യം കുറയ്ക്കാം. പക്ഷെ ഈ ഏലസ് കൊണ്ടൊക്കെ എനിക്കറിയില്ല. കാര്യം ഇതിന്റെ എല്ലാം ഒരു ചേതോവികാരം എന്ന് പറയുന്ന സാമ്പത്തികം. ഈ ശനിയുടെ സമയത്ത് ബുദ്ധിമുട്ട് വരുന്ന സാമ്പത്തികത്തിനാണ്. ഫസ്റ്റ് മനസ്സ്, സാമ്പത്തികം. ആ സമയത്ത് വേറൊരാളുടെ അടുത്തുനിന്ന് കൈവായ്പ എടുത്ത് വാങ്ങിച്ച് കെട്ടുന്ന ഏലസ് കൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത് ആരാണോ കാശ് ചിലവാക്കിയത് ആ ആൾക്കായിരിക്കും.
തീർച്ചയായും. എന്തായാലും ശനിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇനിയും ചോദിക്കാനാണ്, ഒട്ടേറെ സംശയങ്ങളുണ്ട്. പ്രേക്ഷകർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സംശയങ്ങൾ ഉണ്ടാകാം. തീർച്ചയായും നമ്മുടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ അത് രേഖപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ അടുത്ത സെഷനിൽ ശ്രീനിവാസ പൈ സാറുമായിട്ടുള്ള അടുത്ത സെഷനിൽ തീർച്ചയായും ആ ചോദ്യങ്ങളെല്ലാം തന്നെ ചോദിക്കുന്നതാണ്. ശ്രീനിവാസ പൈ സാറിന്റെ നമ്പർ നമ്മൾ ഇതിനോടൊപ്പം കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിനെ നേരിട്ടും നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമസ്തേ. നമസ്കാരം.